നമ്മുടെ ജീവിതം ഇന്ന് മാറ്റിമറിക്കാൻ പറ്റുന്ന, ഏത് സ്വപ്നങ്ങളും മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് നിങ്ങളും ഞാനും ഇന്ന് നിൽക്കുന്നത്. എനിക്കും ഇന്ന് ആയിഷ മാഡത്തിനും ഒരു സോപ്പാണ്, എനിക്കും ഒന്നാണ്. പിന്നെ നമ്മളെ 1 കോടിന്റെ മേലെ വേങ്ങുന്ന സിദ്ധാർത്ഥ് സിംഗും ഒരു ഫ്ലക്സ് ഓയിലാണ്, നമുക്കും അതേ ഫ്ലക്സ് ഓയിലാണ് അല്ലേ? നമുക്ക് മാറ്റമുണ്ടോ? മാറ്റില്ല. മാറ്റെന്തിനാ? നമ്മുടെ ചിന്തക്കാണ് അല്ലേ? നമ്മൾ നയിച്ചാൽ വേറുള്ളവർക്ക്, മേലുള്ളവർക്ക് കിട്ടും. അതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം അവിടെയാണ്. നമ്മൾ വന്നാൽ മേലുള്ളവർ അത്ര സുഖിക്കണ്ട, അതുകൊണ്ട് ഞാനും ചെയ്യുന്നില്ല. അതാണ് ഓരോരുത്തരും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നഷ്ടം നമുക്കാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ആഗ്രഹമുണ്ടോ അത് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഞങ്ങൾക്ക് ഇത് എത്തിച്ചു തന്നത് വനജ മാഡാണ്. ഞങ്ങൾക്ക് എത്തിച്ചു തന്നത് വനജ മാഡം ഇന്ന് എത്തിച്ചിട്ടില്ലേ? ഏത് രീതിയിലാണ് വനജ മാഡത്തിന് നന്ദി പറയാൻ പറ്റില്ല. കാരണം ഞങ്ങളെ കയ്യിലേക്ക് ഭാഗ്യം കൊണ്ടുവന്നത് വനജ മാഡാണ്. ആയിഷ മാഡത്തെ ഞങ്ങൾക്ക് അറിയില്ല, ഷബിന മാഡത്തെ ഞങ്ങൾക്ക് അറിയില്ല, കബീർ സാർ അറിയില്ല. വനജ മാഡമോ വനജ മാഡം ഞങ്ങൾക്ക് കൊടുക്കുന്നത് അതും വേറെ രസമാണ്. വലിയൊരു ഞങ്ങൾക്ക് കയ്യിലേക്ക് ഈ സാഹചര്യം കിട്ടിയതാണ് നോക്കണ്ടേ. കാരണം എന്താണ്? വെട്ടിച്ചിറ ടൗണിൽ നിന്ന് ബസ് കാടാമ്പുഴയിലേക്ക് കിട്ടും. കാടാമ്പുഴ ദേവിയെ തൊഴാൻ വേണ്ടി വന്ന വ്യക്തിയാണ് വനജ മാഡം. വെട്ടിച്ചിറങ്ങുന്ന് 200 മീറ്റർ കഴിഞ്ഞിട്ടാണ് ഹംസസാര ഷോപ്പുള്ളത്. ഒരിക്കലും ഇത്ര നടന്നു വരേണ്ട ആവശ്യമില്ല. പക്ഷെ ഞങ്ങളെ ഭാഗ്യം ദൈവം ഞങ്ങളെ കയ്യിലേക്ക് എത്തിക്കുകയാണ് വനജ മാഡത്തൂടെ. ഒരിക്കലും നടന്നു വരേണ്ട ആവശ്യമില്ല. അവിടുന്ന് ബസ് കിട്ടും കാടാമ്പുഴക്ക്. പക്ഷെ ഞങ്ങൾക്കൊരു ഭാഗ്യം, അവസരം തരാൻ വേണ്ടിയിട്ട് ദൈവം വനജ മാഡത്തെ നടത്തി. എത്ര 200-300 മീറ്റർ നടത്തുമ്പോഴാണ് ഹംസസാറെ കാണുന്നത് അല്ലേ? അല്ലെങ്കിൽ അന്ന് വനജ മാഡം അവിടുന്ന് കാടാമ്പുഴക്ക് ബസ് കയറി ഭാഗ്യം. അതാണ് അവസരം. ആ അവസരം ഞാനും ഹംസസാറും ഞങ്ങൾ ടീമും മുറിച്ചു അല്ലേ? ഞങ്ങൾ തട്ടിക്കളിയാണ്. ഞങ്ങൾ എത്ര ആളോട് പറഞ്ഞു, അവരൊക്കെ തട്ടിക്കളഞ്ഞില്ലേ? ഇന്ന് എന്റെ ജീവിതം സേഫായോ? 2 ലെഗ് എന്റേത് പവറായോ? സൈഡ് ഗോളി ഉണ്ടാക്കിക്കൂടെ? 3-മത്തത് പവറായോ? 4-മത്തതായ 5 പിന്നെ 500 PV ഉണ്ടാക്കിയാ പോരെ? ഇത് എവിടുന്നാ കിട്ടുക? ഞാൻ ഇതില് ഈ നിലക്ക് സാർ നിങ്ങളൊക്കെ ചിന്തിച്ചോളൂ. ഞാനൊരു 5 കൊല്ലം, ഒരു 6 കൊല്ലം, ഒരു 10 കൊല്ലം ഈ വെസ്റ്റേജിൽ ഇതേ പോക്ക് പോകണിൽ എന്റെ വരുമാനം എത്രയാവും? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്റെ വരുമാനം എത്രയാവും? ഞാനിതിന്ന് പുറകോട്ട് പോവാതെ കറക്റ്റ് ആയിട്ട് ഇത് മുന്നോട്ട് പോകണമെങ്കിൽ എന്റെ വരുമാനം എത്രയാവും? അത്ര വ്യക്തിയാണ്. എപ്പോഴും ഓടി നടക്കുന്ന, ടീം ഉണ്ടാക്കി നടക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ വരുമാനം എത്രയാവും? ഞാനിതിൽ പഠിച്ച് പ്രവർത്തിക്കല്ലേ? എന്റെ വരുമാനം എത്രയാവും? എനിക്ക് വേറെ എവിടുന്ന കിട്ടുക? പറയും എന്ത് ജോലി